ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ചോറൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ധാരാളം ഗ്യാസ് ആവാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ചോറ് തിളക്കുന്ന സമയത്ത് ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ടി വരും ചോറ് ചൂടാവാൻ. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ലൊരു ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ്, ഫസ്റ്റ് ടൈമിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഇത് ചൂടാവാൻ വെക്കാം. അതായത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ചോറ് നന്നായി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത്, അതായത് ചോറ് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റോളം ഗ്യാസ് കത്തിക്കാണ്ടിരിക്കുക. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് നന്നായി ഒന്നുകൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അരി ഒന്നുകൂടി വെന്ത് കിട്ടും. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു 15 മിനിറ്റ് വരെ ആ ഒരു ചൂടിൽ വീണ്ടും വെച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു 10 അങ്ങനെ ഒരു 20 മിനിറ്റ് നമ്മൾ അതുപോലെ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ 3/4 മണിക്കൂറോളം ഗ്യാസ് കത്തിക്കുന്നതിൽ നിന്ന് നമുക്ക് 20 മിനിറ്റ് മാത്രമേ ഗ്യാസ് കത്തിക്കേണ്ടതായിട്ട് വരികയുള്ളൂ കേട്ടോ. എന്നാൽ ചോറ് പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പൊ ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചോറും നല്ല തോന്നും, ഗ്യാസും നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായും ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുക്കറിൽ മറ്റൊരു ടിപ്പ് പറയുന്നത്, കുക്കറിൽ നമ്മൾ പരിപ്പ്, കടല എന്നിവയൊക്കെ വേവിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കുക്കറിന്റെ ഇതുപോലെ വിസിലിന്റെ ഈ തൊട്ട് ഭാഗത്തായി പറിച്ചു പൊങ്ങാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് മസാലകളൊക്കെ ആണെങ്കിൽ നന്നായി ഇവിടെ മസാലകളുടെ കറൊക്കെ നന്നായി പിടിക്കുന്നുണ്ട്, തിളച്ചു പൊങ്ങാറുണ്ട് അല്ലെ. അപ്പൊ അതിന് ചെയ്യാവുന്ന ടിപ്പ് എന്ന് പറയുന്നത്, പരിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഉള്ളി, തക്കാളി, മുളകൊക്കെ മുറിച്ചിട്ടതിന് ശേഷം മസാലപ്പൊട്ടിട്ടതിന് ശേഷം ഇതുപോലെ ഒരു കുറച്ച് ഇത്രയും വലുപ്പമുള്ള ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഈ വലുപ്പമുള്ള ഒരു കയ്യിലോ ഇതുപോലെ ഒന്നിച്ച് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിന്റെ വിസില് മൂടി അടച്ച് വിസില് വരുത്താണെങ്കിൽ ആ ഒരു പതച്ചു പൊങ്ങുന്ന ആ ഒരു പ്രവണത നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് കുക്കറിൽ അടിയിൽ പിടിക്കുന്ന ഒരു പ്രവണതയും. അപ്പൊ ഈ അടിയിൽ പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ നമ്മൾ പാകം ചെയ്യുന്നതിന് തൊട്ട് മുൻപായി നമ്മുടെ കുക്കറിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഈ മൂടിയിൽ ഒരല്പം തേച്ച് പിടിപ്പിക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എന്തും പാകം ചെയ്യുകയാണെങ്കിൽ അടിയിൽ പിടിക്കുന്ന ആ ഒരു പ്രവണത നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെ ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.